നമുക്ക് കേൾക്കാം ഡോക്ടർ ടോം എം ജോസഫ്, ഡയറക്ടർ ന്യൂ ഇനീഷ്യേറ്റീവ്സ്, ജെയിൻ യൂണിവേഴ്സിറ്റി. എല്ലാവർക്കും നമസ്കാരം. ശ്രീ ടോം, നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് മാറ്റങ്ങളെ കുറിച്ചിട്ടാണ്. താങ്കൾ വർക്ക് ചെയ്യുന്ന ഈ വിദ്യാഭ്യാസ മേഖലയിൽ ഓരോ നിമിഷവും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ എത്തരത്തിലുള്ള മാറ്റങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നാണ് തോന്നുന്നത്? പാർവതി, വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റനാണ്. കാരണം മാറ്റം കൊണ്ടുവരുന്നത് ഐദർ ഫോർമലി അല്ലെങ്കിൽ ഇൻഫോർമലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പറ്റം ആളുകൾ. ഈ മാറ്റം റിഫ്ലക്റ്റ് ചെയ്യുന്ന ഏറ്റവും ആദ്യം റിഫ്ലക്റ്റ് ചെയ്യുന്നത് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലാണ്. കാരണം ഒരു മാറ്റം ഉണ്ടായി, ടെക്നോളജിയിലൊരു മാറ്റം ഉണ്ടായി, അല്ലെങ്കിൽ സൊസൈറ്റിയിലൊരു മാറ്റം ഉണ്ടായി. അതിനു വേണ്ടിയുള്ളൊരു സപ്ലൈ ചെയിൻ, അതിനു വേണ്ടിയുള്ള റിസോഴ്സസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്. അപ്പോൾ ആ മാറ്റത്തിൻ്റെ ഒരു ബാക്ക്വേർഡ് ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത് അതും റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ തന്നെയാണ്. കേരളത്തിൽ പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ കേരളത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഒരു ട്രഡീഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മൾ ഒത്തിരി മാറിക്കൊണ്ടിരിക്കുന്നു. സ്കൂളിൽ പോവുക, അല്ലെങ്കിൽ കോളേജിൽ പോവുക, യൂണിവേഴ്സിറ്റിയിൽ പോവുക, എന്തെങ്കിലും അറിവ് നേടുക എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നിന്ന്. കാരണം ഇന്ന് അറിവ് എല്ലാവർക്കും നേടാൻ നമ്മുടെ ഡിവൈസ് ഉണ്ട്, അതുപോലെ ഇൻഫർമേഷൻ അല്ലെങ്കിൽ നോളജ് ഫ്രീലി അവൈലബിൾ ആണ്. പക്ഷെ ഒരു എഡ്യൂക്കേഷൻ ഹാസ് ബിക്കം ആൻ എക്സ്പീരിയൻസ്. ആ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു എക്സ്പോഷറിന് വേണ്ടിയാണ് ഇന്ന് വിദ്യാർത്ഥികൾ എഡ്യൂക്കേഷൻ നോക്കിക്കാണുന്നത്. ഉറപ്പായിട്ടും അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇപ്പം നമ്മുടെ തന്നെ ഇപ്പം ജെയിൻ ഇതിനായിട്ട് അലൈൻ ചെയ്യാനുള്ള പ്രധാന കാരണം നമ്മുടെ ഒരു മോട്ടോ തന്നെ ബി ദ ചേഞ്ച് ആൻഡ് ബി ദ ഫ്യൂച്ചർ, നമ്മുടെ ഒരു ക്യാമ്പയിൻ തന്നെ. കാരണം കേരളത്തിൽ കണ്ടുവരുന്ന ട്രഡീഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്ന്, അതായത് രാവിലെ സ്കൂളിൽ കോളേജിൽ പോകുന്നു, യൂണിവേഴ്സിറ്റിയിൽ പോകുന്നു, നമ്മൾ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ കണ്ടുപോയിട്ടുള്ള പല കോഴ്സുകളും വർഷങ്ങളായിട്ട് നിൽക്കുന്ന കോഴ്സുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എങ്ങനെ പുതിയ കോഴ്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അത് എന്തുമാത്രം എംപ്ലോയർ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യുക. കാരണം എല്ലാത്തിൻ്റെ ഒരു അൾട്ടിമേറ്റ് എൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് സൊസൈറ്റിക്ക് അല്ലെങ്കിൽ ഇൻഡസ്ട്രിക്ക് അല്ലെങ്കിൽ ബിസിനസ്സിന് ആവശ്യമുള്ള ഗ്രാജുവേറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ആ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യാവുന്ന ഒരു ഗ്രാജുവേറ്റ് ആട്രിബ്യൂട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന തരത്തിലുള്ള കോഴ്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ആ മാറ്റമാണ് ജെയിൻ കൊണ്ടുവന്നിരിക്കുന്നത്. ആ മാറ്റമാണ് സൊസൈറ്റി നിൽക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇതൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കറിയാം, ഒരുപാട് കുട്ടികൾ ഹയർ എഡ്യൂക്കേഷനായിട്ട് കേരളത്തിന് വെളിയിലേക്ക് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഈ സർവേ ഒക്കെ വെച്ച് നോക്കുമ്പോഴാണെങ്കിലും എനിക്ക് തോന്നുന്നു ഒരു പകുതിയിലധികം കുട്ടികൾ പോകുന്നുണ്ട് പുറത്തേക്ക് ഉപരിപഠനത്തിനായിട്ട്. എന്താണ് അങ്ങനെ ഒരു ട്രെൻഡ് വരാൻ കാരണം? എന്താണ്? അല്ല, അതൊരു മോശം ട്രെൻഡായിട്ട് ആരും കാണണ്ട. കാരണം ഒരു ബോർഡർലെസ് വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം നല്ല പ്രൊഡക്റ്റ്, അതിപ്പം എഡ്യൂക്കേഷൻ അല്ല, ഇപ്പം നല്ലൊരു കാറ്, നമ്മൾ BMW കാറ് ഒത്തിരി ആളുകൾ വാങ്ങാറുണ്ട്. നമ്മളൊരിക്കലും ചിന്തിക്കാറില്ല എന്തുകൊണ്ട് നമ്മൾ മാരുതി വാങ്ങുന്നില്ല, BMW വാങ്ങുന്നു എന്ന്. അപ്പം നല്ല പ്രൊഡക്റ്റ് എവിടെയുണ്ടെങ്കിലും, അത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, സർവീസ് ആയിക്കോട്ടെ, ബിയോണ്ട് ബോർഡേഴ്സ് പോകാനുള്ളൊരു ട്രെൻഡ് അത് മനുഷ്യന് നമ്മുടെ എത്ര ഏജസ് പുറകിലേക്ക് പോയാലും ട്രെൻഡുണ്ട്. പിന്നെ ഈ ഒരു കേരളത്തിൽ ഇപ്പം നമ്മൾ ഈ മൈഗ്രേഷനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കൊരു 3 കാറ്റഗറി സ്റ്റുഡൻസാണ് നമ്മൾ പുറത്തേക്ക് പോകാൻ, പ്രത്യേകിച്ചും അത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന കമ്മ്യൂണിറ്റിയെ 3 കാറ്റഗറി ഡിവൈഡ് ചെയ്യാം. കാറ്റഗറി 1 എന്ന് പറഞ്ഞാൽ ഒരു വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു ക്രൗഡ്, ഒരു ഹാർഡ്വാർഡ് എയിൽ അല്ലെങ്കിൽ ഒരു റസൽ ഗ്രൂപ്പ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു ഐവി ലീഗ് യൂണിവേഴ്സിറ്റി ടാർഗറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ്. അവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ വേൾഡ് റാങ്കിങ്ങിൽ ഉറപ്പായിട്ട് നമുക്ക് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിംവർക്ക് ഉണ്ട്, NIRF എന്ന് പറയും. പക്ഷേ വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ് എടുക്കുമ്പോൾ നമ്മുടെ ഒറ്റ യൂണിവേഴ്സിറ്റി പോലും ആദ്യത്തെ 100-ലോ ആദ്യത്തെ 200-ലോ ഇല്ല. ആദ്യം വരുന്നത് 251ാമത്തെ റാങ്കിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ വരുന്നത്. അപ്പോൾ ഗ്ലോബലി റെനൗണ്ട് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് നോക്കുന്ന മിടുമിടുക്കരായ കുട്ടികൾ അത് നോക്കിപ്പോകും. അത് നമുക്ക് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഒരു താരതമ്യേന നല്ല യൂണിവേഴ്സിറ്റിയും നല്ലൊരു എക്സ്പോഷറും നോക്കിയുള്ളത്. അപ്പോൾ ആ ഒരു പറയുന്ന കാറ്റഗറിയെ നല്ലൊരു എക്സ്പീരിയൻസ് കൊടുത്താൽ അല്ലെങ്കിൽ നല്ലൊരു ഓഫറിങ്സ് പ്രൊവൈഡ് ചെയ്ത് നമുക്കിവിടെ തന്നെ റിട്ടൈൻ ചെയ്യാം. ഈ 3ാമത്തെ കാറ്റഗറി അതൊരു ഇമിഗ്രേഷൻ കാറ്റഗറിയാണ്. നമ്മളതിന് പറയും ഡെസ്റ്റിനേഷൻ സെല്ലിംഗ് എന്ന്. കാരണം എനിക്ക് UK പോകണം, അല്ലെങ്കിൽ US പോകണം, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ പോകണം,
ഒരു ഡെസ്റ്റിനേഷനപ്പുറം എന്ത് കോഴ്സ് എന്ത് യൂണിവേഴ്സിറ്റി അതിനെക്കുറിച്ച് ഒരു ബോധേഡല്ല. ആ ഒരു കാറ്റഗറീനെ അട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് അവിടുത്തെ ജീവിത നിലവാരമായിരിക്കാം, ലൈഫ് സ്റ്റൈൽ ആയിരിക്കാം, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആയിരിക്കാം, ഹെൽത്ത് സിസ്റ്റം ആയിരിക്കാം, അല്ലെങ്കിൽ കറൻസി കൺവേർഷൻ ഉണ്ടാകുന്ന ജോലി സാധ്യതകൾ. അതൊക്കെ നമ്മൾ ഒരു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു 1.4 ബില്യൺ പോപ്പുലേഷനുള്ള ഒരു കൺട്രിയിൽ ഈ ഒരു സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ ഒത്തിരി സമയം എടുക്കും. അപ്പോൾ ആ ഒരു കാറ്റഗറിയെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് ടാലന്റഡ് യൂത്ത് നമ്മുടെ ഒരു ശക്തിയാണ്. പക്ഷെ അതിനെ നമ്മൾ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നുണ്ടോ ശരിക്കും? അല്ല, നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം നമ്മളെന്ന് ഉദ്ദേശിക്കുന്നത് സൊസൈറ്റിയാണോ അത് ഗവൺമെന്റ് ആണോ? ഗവൺമെന്റ്. ഓക്കെ, ഓപ്പർച്യൂണിറ്റീസ് ഗവൺമെന്റിന് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. കാരണം നമ്മളെപ്പോലുള്ള രാജ്യത്ത് നമുക്കറിയാം 140 കോടി ആളുകളുള്ള രാജ്യത്ത് ഗവൺമെന്റിന് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്. നല്ലൊരു പോളിസി ഫ്രെയിം ചെയ്യുക, അല്ലെങ്കിൽ നല്ലൊരു റെഗുലേറ്റർ ആകുക, അല്ലെങ്കിൽ നല്ലൊരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക, ഇതൊക്കെ ഗവൺമെന്റിന് പറ്റും. അതൊക്കെ ഗവൺമെന്റ് ഒരു മിക്ക കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു ഡിസിഷൻ എടുക്കേണ്ടത് യൂത്താണ്. കാരണം ഈ യങ് പോപ്പുലേഷന് വേണ്ട ഓപ്പർച്യൂണിറ്റീസ് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ നമ്മുടെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ആണെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി ആണെങ്കിലും, നമുക്കറിയാം എത്രയോ യൂണിക്കോൺസ് ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ യൂത്ത് അത് ഉപയോഗിക്കുന്നുണ്ടോ, അതിലൊരു മോട്ടിവേഷൻ അവർക്ക് കിട്ടുന്നുണ്ടോയെന്നാണ് പ്രധാന കാരണം. അല്ലാതെ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ കുറവ് ഞാൻ ഒരിക്കലും കാണുന്നില്ല. അതുപോലെ തന്നെ ഈ ടൂറിസം, IT, ആയുർവേദം അതുപോലെയൊക്കെ തന്നെ വളർച്ചാ സാധ്യതയുള്ളൊരു മേഖലയായിട്ടാണ് നമ്മളിപ്പോൾ വിദ്യാഭ്യാസ മേഖലയെ കാണുന്നത്. അതിന് ഈ പറഞ്ഞ പോലെ സർക്കാരിൻ്റെ ഇടപെടൽ, അതുപോലെ തന്നെ സ്വകാര്യ മേഖലയുടെ ഇടപെടൽ, അതൊക്കെ എത്രത്തോളം വേണം എന്നാണ്? അല്ല, ഇത് നമ്മൾ ആദ്യത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ഒരു കണ്ടിന്യൂറ്റി ആയിട്ട് പറയാം. ഇപ്പൊ ഗവൺമെന്റിന് ഇതിനകത്തൊരു പോളിസി ഒരു ഫ്രെയിം ചെയ്യാം, അല്ലെങ്കിൽ ഒരു നിയമനിർമ്മാണം കൊണ്ടുവരാം, വളരെ പ്രൊവാക്റ്റീവായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് അല്ലെങ്കിൽ ഒരു എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്യാം. ഗവൺമെന്റിന് ഒരിക്കലും ഈ ഇത്രയും വരുന്ന ഒരു ലാർജ് പോപ്പുലേഷനെ എഡ്യൂക്കേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കാനോ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ഒരു പോളിസി ഫ്രെയിം ചെയ്താൽ ഇത് വിൽ മേക്ക് ഇറ്റ് ഓപ്പൺ ടു ദ പ്രൈവറ്റ് സെക്ടർ. കാരണം പ്രൈവറ്റ് സെക്ടർ ഇതിനു വേണ്ടി കുറേയും കൂടെ ഫോക്കസ് ചെയ്ത് പ്രൊവാക്റ്റീവായിട്ട് മൂവ് ചെയ്യാനുള്ള ഒരു സ്പിരിറ്റ് അല്ലെങ്കിൽ ഒരു എനർജി പ്രൈവറ്റ് സെക്ടറിനുണ്ട്. അപ്പോൾ ഗവൺമെന്റിൽ നിന്ന് വേണ്ടത് അതിനുള്ളൊരു പ്രൊവാക്റ്റീവായിട്ടൊരു പോളിസി മേക്കിംഗ്, അല്ലെങ്കിൽ ഒരു റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ക്രിയേറ്റ് ചെയ്യുക, ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഒരു സാധാരണ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരു യൂണിവേഴ്സിറ്റി നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത്? എപ്പോഴും പെട്ടെന്ന് നമുക്ക് വരുന്നൊരു സംശയങ്ങളാണല്ലോ. കാരണം ഒരുപാട് ചോയ്സ് ഉണ്ട് നമുക്ക്, പക്ഷെ അപ്പോഴും ഇത് എങ്ങനെ എന്നുള്ളൊരു ചോദ്യം നിൽക്കുകയാണല്ലോ. അത് വളരെ കുഴപ്പിക്കുന്ന ചോദ്യമായിരിക്കും. പക്ഷേ യൂണിവേഴ്സിറ്റി എപ്പോഴും നമുക്കറിയാം ഓരോ യൂണിവേഴ്സിറ്റിയും ഓരോ ഡിസിപ്ലിൻ അല്ലെങ്കിൽ സബ്ജക്റ്റ് ഏരിയാസിന് നോൺ ആയിരിക്കും. ഇപ്പോൾ IITs എടുക്കുകയാണെങ്കിൽ ടെക്നോളജി റിലേറ്റഡ് സബ്ജക്റ്റുകൾക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ IIMs മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്, ലിബറൽ സ്റ്റഡീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റി ഫോക്കസ് ചെയ്യുന്നത് ആസ് എ ഓൾ നോക്കാതെ ഏത് ഡിസിപ്ലിനാണോ അവർ ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കൊരു പ്രത്യേക ഫ്രെയിം വർക്ക് ഒന്നുമില്ല അതിനകത്ത്. കാരണം നമ്മളിപ്പോൾ പറയും നമ്മളിപ്പോൾ പഠിച്ച അലുമിനൈസിൻ്റെ ഒരു ഫീഡ്ബാക്ക്, അല്ലെങ്കിൽ അവരെന്ത് നമ്മളെപ്പോഴും പുറത്ത് കാണുന്നതല്ല അകത്ത് നിൽക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ഫീഡ്ബാക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ തരുന്ന ഒരു എക്സ്പോർട്സ് തരുന്ന യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. അതുപോലെ ഇനി ഒരു 5 വർഷം അതെങ്ങനെയായിരിക്കും കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ച്? 5 വർഷം പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് ചേഞ്ചസ് നടക്കുന്നത് അല്ലെങ്കിൽ അത് വിദ്യാഭ്യാസത്തിൽ മാത്രമല്ല, നമ്മൾ ഏത് സെക്ടർ എടുത്താലും ഡിസ്റപ്ഷൻസ് നടക്കുന്നത് ഓവർ നൈറ്റിലാണ്. കാരണം നമുക്ക് ഒരിക്കലും വിചാരിക്കാത്ത കാര്യങ്ങൾ മറ്റൊന്ന് അല്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ നമ്മുടെ ഇൻഡസ്ട്രിയിലോ അല്ലെങ്കിൽ ബിസിനസ്സിലോ ടെക്നോളജിയിലോ നടക്കും. 5 വർഷം ഇതായിരിക്കണം നമ്മുടെ ഒരു വിഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് ഒരു യൂണിവേഴ്സിറ്റിക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. പണ്ടൊക്കെ ആണെങ്കിൽ ശരിയായിരുന്ന ഒരു ഫാൻസി വിഷൻ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് യൂണിവേഴ്സിറ്റി വർക്ക് ചെയ്യും. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. കാരണം വളരെ ഈ ചേഞ്ചസ് സൊസൈറ്റിയിലും ഇൻഡസ്ട്രിയിലും ബിസിനസ്സിലും നടക്കുന്നു. അതുപോലെ ഈ പറയുന്ന സ്റ്റുഡൻസിന് ഞാൻ യൂസിങ് ദ വേർഡ് കൺസ്യൂമർ. അതിനൊരു തെറ്റുമില്ല. കാരണം ഇതിൻ്റെ ഒരു എൻഡ് കൺസ്യൂമർ എന്ന് പറയുന്ന സ്റ്റുഡൻസ് തന്നെയാണ്. കാരണം സ്റ്റുഡൻ്റാണ് ഇത് പ്രോപ്പർ കൺസ്യൂമർ ബിഹേവിയർ. സ്റ്റുഡൻറ്റ് എന്ത് എക്സ്പെക്ട് ചെയ്യുന്നു അത് യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കാൻ പറ്റണം. കാരണം അത് ഇപ്പോൾ നമ്മളൊരിക്കലും ഫിൻടെക് ഒരു സബ്ജക്റ്റ് ഏരിയ ആവുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. നമ്മൾ BCom ഫൈനാൻസ് അല്ലെങ്കിൽ BTech കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ പഠിക്കുമ്പോൾ ഫിൻടെക്കോ അല്ലെങ്കിൽ ഫുഡ് ടെക്കോ ഒക്കെ
ഒരു ഇൻഡസ്ട്രി ആയിട്ട് എമേർജ് ചെയ്യുന്നോ അതിനൊരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ ഏരിയ എമേർജ് ആവുമെന്ന് ഒരിക്കലും നമ്മൾ വിചാരിച്ചിട്ടില്ല. അപ്പം അത് സൊസൈറ്റിയിൽ ചേഞ്ച് നടക്കുന്നത് റാപ്പിഡായിട്ട് നടക്കുന്നത് കൊണ്ട്, ഓവർനൈറ്റ് ഡിസ്റപ്ഷൻസ് നടക്കുന്നത് കൊണ്ട് അത് ഉറപ്പായിട്ട് ആദ്യം റിഫ്ലക്ട് ചെയ്യുന്ന എഡ്യൂക്കേഷനിലായിരിക്കും. അപ്പോൾ ഒരു 5 വർഷത്തേക്ക് എന്ത് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ആസ് എ സബ്ജക്ട് ഏരിയ നമുക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഡിസിപ്ലിൻ ഏരിയ പറയാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ നമുക്ക് കുറേ പോളിസി മേക്കിംഗ്, ഇപ്പോൾ കേരളത്തിൽ നമ്മൾ എടുക്കുവാണെങ്കിൽ നമ്മൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിനെ വെൽക്കം ചെയ്യുന്നു. വളരെ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു മൂവാണ്. കാരണം ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളും 10-15 വർഷം മുമ്പേ എടുത്ത മൂവ്മെൻ്റാണ് കേരളം ഇപ്പോൾ എടുക്കുന്നത്. രണ്ടാമത്തെ കാര്യം, നാഷണൽ ലെവലിൽ തന്നെ നമ്മൾ ഫോറിൻ യൂണിവേഴ്സിറ്റീസിനെ വെൽക്കം ചെയ്തു. ഇന്നലെ ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ആംപ്ടണ് യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ ലെറ്റർ ഓഫ് ഇൻറ്റൻറ്റ് ഇഷ്യൂ ചെയ്തു ഒരു ക്യാമ്പസ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി. നമ്മുടെ ചോദ്യം എന്ന് വെച്ചാൽ നമുക്ക് മാർക്സ് ആൻഡ് സ്പെൻസറോ അല്ലെങ്കിൽ മെഴ്സറസ് ബെൻസോ ഇന്ത്യയിൽ അവൈലബിൾ ആണ്, എന്തുകൊണ്ട് ഒരു ഫോറിൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഇന്ത്യയിൽ പറ്റുകയില്ല എന്നൊരു ചോദ്യം. അപ്പം അങ്ങനെ റെഗുലേറ്ററി ചേഞ്ചസ് നടക്കുന്നിടത്തോളം കാലം റെഗുലേറ്ററി പുതിയ കാര്യങ്ങൾ വരുന്നു, ഓൺലൈൻ ഡിഗ്രി റെഗുലേഷൻ വരുന്നു, ആ മാറ്റങ്ങളെല്ലാം എഡ്യൂക്കേഷൻ റിഫ്ലക്റ്റഡ് ആവും. അതെ, ഉറപ്പായിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ഇനിയും വിപ്ലവകരമായ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. എന്തായാലും നമ്മുടെ സമയം ഇവിടെ കഴിയാണ്. വളരെ നന്ദി ടോം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. നന്ദി ഡോക്ടർ ടോം. ഈ സാധ്യതകളെക്കുറിച്ച്, അവസരങ്ങളെക്കുറിച്ച് സംസാരിച്ചതിന് ഡോക്ടർ ടോമിന് നമ്മുടെ ഉപഹാരം നൽകാൻ ക്ഷണിക്കുന്നു ശ്രീമതി സ്മിത നാരായണൻ, ഹെഡ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, MMTV.